PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പറഞ്ഞത്. പദ്ധതിയിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടും PM ശ്രീ തുടരുമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേൾക്കാം. പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് ആ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാണ് ആക്ഷേപം അല്ലേ CPMൻ്റെ. ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനമെടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ, ഇപ്പോൾ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞില്ല. അത് അദ്ദേഹം പിറ്റേ ദിവസം UDF പല കാര്യവും ചർച്ച ചെയ്യും. നിർഭൻ ചേരുന്നു. നിർഭൻ, ഇക്കാര്യത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള MP-മാർ ജബീ മേത്തറും അതുപോലെ PV അബ്ദുൾ വഹാബും അല്ലേ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി വാങ്ങിച്ച് മലയാളിക്ക് മുമ്പിൽ കൊണ്ടുവന്നത്? അതിൽ വ്യക്തമായി പറയുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി പറയുകയാണ് പിന്മാറാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തതയോടെ രേഖകൾ തന്നെ സംസാരിക്കുന്നു. UDF MP-മാർ തന്നെ അക്കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താണ്? തീർച്ചയായും ശരത്ത്, 2 UDF-ന്റെ MP-മാർ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി അവർ തന്നെ വ്യക്തമാക്കിയതാണ്. ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയും. കേരളം പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടില്ല, അതിൻ്റെ ഫണ്ട് കൈപ്പറ്റിയിട്ടില്ല. മാത്രമല്ല അതിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കണം. അതിനൊന്നും കേരളം തയ്യാറായിട്ടില്ല എന്ന മറുപടി നേരത്തെ തന്നെ വ്യക്തമാണ്. അതിൽ നിന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇന്നും മുഖ്യമന്ത്രിയോട് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. അതിൽ അദ്ദേഹം ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തത്വത്തിൽ ധാരണയായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നത് കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ UDF യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ അങ്ങനെ ധാരണയുണ്ടാക്കി. പദ്ധതിയുമായി ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കേന്ദ്രം വെക്കുന്ന മാനദണ്ഡങ്ങളെ എങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇത് മറികടന്നുകൊണ്ട് എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാം എന്ന കാര്യമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് ഉപസമിതി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം ആ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചതാണ്. അതിൽ ലീഗിൻ്റെ ഒരു തരത്തിലുള്ള എതിർപ്പും 4 ലീഗിൻ്റെ പ്രതിനിധികൾ ഒരു തരത്തിലുള്ള എതിർപ്പ് യോഗത്തിൽ ഉന്നയിച്ചുമില്ല. അത് വലിയ വിവാദമായി നിൽക്കുമ്പോൾ അദ്ദേഹം കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ MOU ഒപ്പിട്ടാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പുതിയ വാദം ഉന്നയിക്കുകയാണ്. ആ വാദം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി വി ഡി സതീശനും സംസ്ഥാനത്തെ UDF സർക്കാരും തീരുമാനിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള ന്യായീകരണമാണ് അക്കാര്യത്തിൽ നടത്തിയത്. പക്ഷേ രേഖകൾ പകൽ പോലെ വ്യക്തമാണ്. ശരത്ത്, നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് മറുപടി പറയുമ്പോൾ അതിൻ്റെ ആധികാരികമായ രേഖകളെ സംബന്ധിച്ച് അദ്ദേഹം പഠിച്ച് മറുപടി പറയേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ പഠിക്കാത്ത ഒരാളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PM ശ്രീ പദ്ധതിയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നത് U-ടേൺ UDF എടുത്തു കഴിഞ്ഞു. പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ UDF-നുള്ളിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള വലിയ അഭിപ്രായ ഐക്യമില്ലാത്ത തരത്തിലുള്ള സമ്മർദ്ദം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് വാങ്ങിയെടുക്കണമെന്ന നിലപാടിലേക്ക് കഴിഞ്ഞ UDF യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് മലക്കം മറിയുന്നതിന് വേണ്ടി, തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മറുപടി മാത്രമായി ഇതിനെ കാണാൻ കഴിയുള്ളൂ. ശരത്, നിർഭൻ, ഒരു ചെറിയ കാര്യം കൂടി. അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻ സർക്കാർ എടുത്തൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇല്ല എന്ന നിലയിൽ ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടർന്നാൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ തുടരാൻ കഴിയും. അതിനെ സാധൂകരിക്കുന്നതാണ് ജബീ മേത്തർ MP-യുടെയും PV അബ്ദുൾ വഹാബ് MP-യുടെയും ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജയന്ത് ചൗധരി എന്ന സഹമന്ത്രി കൊടുത്ത മറുപടി. അപ്പോൾ ആ മറുപടികളെ പാർലമെൻറ്റിൽ 2 UDF MP-മാർക്ക് തന്നെ വളരെ വ്യക്തമായി കിട്ടിയ ആ മറുപടി, അതേക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്. അത് അങ്ങനെയല്ല, അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, അങ്ങനെയല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അതെങ്ങനെയാണ് അങ്ങനെ അല്ലാതാകുന്നത് എന്ന ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഡാമേജ്, രാഷ്ട്രീയമായ വലിയ ഡാമേജ് UDF-നും കോൺഗ്രസിനും ലീഗിനും UDF-നും ആകെയും സംഭാവന ചെയ്തത് ജബീ മേത്തറും PV അബ്ദുൾ വഹാബും കൂടിയാണല്ലോ. ആ 2 MP-മാർ അവർ കൊണ്ടുവന്ന് അവർക്ക് കിട്ടിയ ഉത്തരത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു, തെറ്റായി വ്യാഖ്യാനിച്ചു, അതങ്ങനെയല്ല എന്നിവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിലോ UDF-ലോ മുസ്ലിം ലീഗിലോ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയമായി ഇതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ വിധം പറഞ്ഞാൽ ജനങ്ങൾ അത് ഉൾക്കൊള്ളും?
തീർച്ചയായും ഈ പറഞ്ഞ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ഉണ്ടായപ്പോൾ ആ സമയത്ത് രക്ഷപ്പെടാനുള്ള മറുപടിയായി മാത്രം ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം UDF-ന്റെ അബ്ദുൾ വഹാബും ജബീ മേത്തറും പാർലമെന്റിൽ ഉന്നയിച്ച രേഖാമൂലമുള്ള മറുപടിയാണ്. അതിന്റെ രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് നേരത്തെ തന്നെ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിൽ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയിട്ടുണ്ട്. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട സ്കൂളുകളെ സെലക്ട് ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ഇതിൻ്റെ പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേരളം പാലിച്ചിട്ടില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി നേരത്തെ തന്നെ രാജ്യസഭയിലുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് UDF-ന്റെ തന്നെ 2 MP-മാർ ചോദിക്കുകയും ആ ചോദിക്കുന്ന മറുപടിയിൽ തന്നെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ നിന്ന് നേർവിപരീതമാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വരും, കാരണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അർഹമായ, സംസ്ഥാനത്ത് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിൽ ലഭിക്കേണ്ട തുക വാങ്ങിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു, UDF അത് തീരുമാനിച്ചിട്ടുണ്ട്, അത് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരും. അതിന് ഈ യൂട്ടേണിന് വ്യക്തമായ മറുപടി ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാകണം അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ ചുമലിൽ തന്നെ ഇത് വീണ്ടും കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം ശരത്ത് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. തുടരാതിരിക്കുമല്ലോ, കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി LDF സർക്കാർ തുടർന്നില്ലല്ലോ. ആ നിലവിൽ എന്തുകൊണ്ട് അത് തുടരേണ്ടതില്ല, ആ നിലയിൽ തന്നെ നിൽക്കട്ടെ എന്ന നിലപാട് പോലും സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ക്യാബിനറ്റ് സബ് കമ്മിറ്റി തീരുമാനിച്ചത് അത് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകുന്നു? കഴിഞ്ഞതിൻ്റെ മുന്നിലുള്ള ക്യാബിനറ്റ് യോഗത്തിൽ നമ്മൾ തന്നെ ചോദിച്ച ചോദ്യമാണ്. അടുത്ത ക്യാബിനറ്റിൽ ഈ PM ശ്രീ പദ്ധതിയുടെ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ നമ്മളോട് വിശദീകരിച്ചതാണ്. അതേ മുഖ്യമന്ത്രി വീണ്ടും മലക്കം പറഞ്ഞ് എന്തുകൊണ്ട് ആ യോഗം ചേർന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നത് UDF ഇക്കാര്യത്തിൽ യൂട്ടേൺ എടുത്തു കഴിഞ്ഞു, പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നേരെ വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ശരത്, ശരി, നിർമ്മലാണ് വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇതുപോലൊരു അനിതരസാധാരണമായ സാഹചര്യം നിൽക്കുന്നു, അതിതീവ്ര മഴ നിൽക്കുന്നു, മിന്നൽ പ്രളയം ഉണ്ടാകുന്നു. അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒരു സംസ്ഥാനം, അതിൻ്റെ ഭരണകൂടം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് എല്ലാവരും ഉറ്റുനോക്കുമ്പോഴാണ് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ഏറിയ സമയവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പലവിധ ആക്ഷേപങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടി പറയാൻ സമയം ഏറെ ചെലവഴിക്കേണ്ടി വന്നത്. മറുഭാഗത്ത് ഈ അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏകോപനത്തിലൊക്കെ പലതരം വീഴ്ചകൾ സംഭവിച്ചു എന്ന് ജനങ്ങൾ തന്നെ പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പക്ഷേ എല്ലാം സജ്ജമാണ് എന്ന് മുഖ്യമന്ത്രി ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നു എന്നതൊഴിച്ചാൽ അപ്പോഴും ആ വിമർശനങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ നമ്മൾ വാർത്തയായി മനസ്സിലാക്കിയത്.